ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, മരിച്ചവരിൽ നിന്ന് മൂന്നാം ദിനം ഉത്ഥാനം ചെയ്ത കർത്താവ് ഈശോ മിശിഹ പിന്നീട് പലപ്പോഴായി തൻ്റെ ശിഷ്യന്മാർക്ക് തന്നെ പല വിധത്തിലും പല രൂപത്തിലും ഭാവത്തിലും വെളിപ്പെടുത്തുന്നതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മഗ്ദലന മറിയത്തിൻ്റെ മുൻപിൽ ഒരു തോട്ടക്കാരനെ പോലെ പ്രത്യക്ഷപ്പെടുന്ന ഈശോ അവിശ്വാസത്തിൻ്റെ ഇരുൾ അവളുടെ ഹൃദയത്തിൽ നിന്ന് നീക്കം ചെയ്തതിന് ശേഷം താൻ ക്രിസ്തുവാണെന്ന് വെളിപ്പെടുത്തുകയാണ്. ഇതുപോലെ എമ്മാവൂസിലേക്ക് യാത്രയായ രണ്ട് ശിഷ്യന്മാരുടെ അടുത്ത് സഹയാത്രികനെ പോലെ പ്രത്യക്ഷപ്പെടുന്ന ഈശോ വചനത്താൽ അവരുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കുകയും അപ്പം മുറിച്ച് അവരുടെ കണ്ണുകൾ തുറക്കുകയും തന്നെ വെളിപ്പെടുത്തിയതിന് ശേഷം അപ്രത്യക്ഷനാവുകയും ചെയ്തു. വീണ്ടും ഇതാ തിബേരിയാസിൻ്റെ തീരത്തേക്ക് ഒരു അപരിചിതനെ പോലെ കടന്നു വരുന്ന കർത്താവ് ഈശോ മിശിഹ കടലിൽ മത്സ്യം പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന തൻ്റെ ശിഷ്യരോട് വലതുവശത്ത് വലയിറക്കാനും അങ്ങനെ വലതുവശത്ത് വലയിറക്കി ഒരുപാട് മത്സ്യം കിട്ടിക്കഴിയുമ്പോൾ ആ മത്സ്യസമ്പത്ത് കണ്ട് ശിഷ്യർ ഈശോയെ തിരിച്ചറിയുകയും ചെയ്യുന്ന സംഭവമൊക്കെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥഭാഗത്ത് വായിക്കുന്നുണ്ട്. ഉത്ഥാനത്തിന് ശേഷം ഇങ്ങനെ വിവിധങ്ങളായ രീതിയിൽ, ഭാവങ്ങളിൽ, വിവിധ സമയങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് തന്നെ ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിനെ സ്വയം വെളിപ്പെടുത്തുന്ന കർത്താവിനെ വിശുദ്ധ ഗ്രന്ഥഭാഗത്ത് നമ്മൾ കാണുന്നു. ഇപ്രകാരം തന്നെ ശിഷ്യന്മാർക്ക് മുഴുവനുമായി വെളിപ്പെടുത്തുന്ന ഒരു സംഭവം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിലായി നമ്മൾ കാണുന്നുണ്ട്. ശിഷ്യന്മാർക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന ഈശോ തൻ്റെ കൈകാലുകളിലെയും ഹൃദയത്തിലെയും മുറിവുകൾ അവരുടെ മുൻപിൽ കാണിച്ചുകൊണ്ട് താൻ ക്രിസ്തു തന്നെയാണ് എന്ന് ശിഷ്യരോട് ആവർത്തിച്ചുറപ്പിച്ച് പറയുകയാണ്. ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ അവർക്ക് പ്രദാനം ചെയ്യുകയും പാപമോചനത്തിൻ്റെ അധികാരം അവർക്കായി പകർന്നു നൽകുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനഭാഗത്തെ നമുക്ക് ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും ഈ നിമിഷം വിഷയമാക്കാം. ഈ വചനഭാഗത്ത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതലുള്ള തിരുവചന ഭാഗത്ത് ആദ്യ വാക്യം ഇപ്രകാരമാണ്: ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ എന്നാണ് ഈ വാക്യം ആരംഭിക്കുന്നത് തന്നെ. ഈശോ ഉയർത്തെഴുന്നേറ്റ ഞായറാഴ്ച, പിന്നീട് വരുന്ന ഞായറാഴ്ച, അതായത് 8 ദിവസങ്ങൾക്ക് ശേഷം ഇതാ ശിഷ്യന്മാരെല്ലാവരും യഹൂദരെ ഭയന്ന് ഒരുമിച്ചിരിക്കുന്ന സമയം. ഒരു ഞായറാഴ്ച ശിഷ്യന്മാരെല്ലാവരും യഹൂദരെ ഭയന്ന് കതകടച്ച് ഇരിക്കുന്ന സമയം നമ്മൾ കാണുന്നു. ശിഷ്യന്മാരുടെ ഭയം മൂലം, യഹൂദരോടുള്ള ഭയം മൂലം ശിഷ്യന്മാർ കതകടച്ചിരുന്ന് ഒരുമിച്ച് ഇരിക്കുന്ന സമയത്താണ് കർത്താവ് ഈശോ മിശിഹ പ്രത്യക്ഷപ്പെടുന്നത്. കതകടച്ചിരിക്കുന്നു എന്ന പദപ്രയോഗം രണ്ട് കാര്യങ്ങളെയാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഒന്നാമതായി, ശിഷ്യർക്ക് യഹൂദരോടുള്ള ഭയം, അല്ലെങ്കിൽ ശിഷ്യർ അവരുടെ മനസ്സിൽ കടന്നു പോകുന്ന ഉത്കണ്ഠ, ആകുലത, ഭയം അതെത്രത്തോളം വലുതായിരുന്നു എന്നതിൻ്റെ സൂചനയാണ് ഒന്നാമതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്നാൽ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ ഇവിടെ സുവിശേഷകൻ അടിവരയിട്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കതകുകൾ അടഞ്ഞു തന്നെയാണ് കിടന്നിരുന്നത്, എന്നിട്ടും ക്രിസ്തു അവരുടെ മധ്യത്തിൽ പ്രത്യക്ഷനായി. എന്ന് വെച്ചാൽ ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിന് ഒരു മുറിക്കകത്തോട് പ്രവേശിക്കാൻ ഇനി കതകിൻ്റെ ആവശ്യം ഇല്ല. ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിന് എവിടെയും എപ്പോൾ വേണമെങ്കിലും വന്നു കയറാൻ സാധിക്കുമെന്ന സൂചന കൂടെയാണ് സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ വിജ്ഞാനീയം അനുസരിച്ച്, ദൈവശാസ്ത്രം അനുസരിച്ച് ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ സവിശേഷതകൾ പ്രധാനമായി 4 കാര്യങ്ങളായി അവതരിപ്പിക്കാറുണ്ട്. ഈശോയുടെ ഉത്ഥാനം ചെയ്ത ശരീരം അക്ഷയം, ലഘുത്വം, സൂക്ഷ്മം, ദീപ്തം, ഇങ്ങനെ 4 സവിശേഷതകളുള്ളതായിരുന്നുവെന്ന് ദൈവശാസ്ത്രജ്ഞർ, ക്രിസ്തുവിജ്ഞാനിയും പഠിക്കുന്നവർ പറയുന്ന യാഥാർത്ഥ്യമാണ്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അക്ഷയം എന്ന് പറഞ്ഞാൽ ഇനിയൊരിക്കലും കർത്താവിൻ്റെ ശരീരം ക്ഷയിക്കില്ല, ജീർണിക്കില്ല, നശിക്കില്ല. ആ ശരീരത്തിന് രൂപാന്തരണം സംഭവിച്ചു.
ഇതാണ് അക്ഷയം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ലഘുത്വം എന്ന് പറഞ്ഞാൽ ആ ശരീരത്തിന് ഭാരം ഇല്ലാതെയായി. മൂന്നാമത്തേത് ദീപ്തം എന്ന് പറഞ്ഞാൽ ശരീരം പ്രകാശിതമായി. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ ആ ശരീരത്തിന് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാനുള്ള അവസ്ഥ, രൂപാന്തരീകരണം കൈവരുന്നു. നമുക്ക് ഒരു മുറിക്കകത്തോട്ട് പ്രവേശിക്കാൻ സാമാന്യഗതിയിൽ ഒരു വാതിൽ ഉണ്ടാകണം. ആ വാതിൽ തുറന്നിട്ടാൽ മാത്രമേ അതിനകത്തുകൂടെ പ്രവേശിക്കാൻ സാധിക്കൂ. എന്നാൽ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഉദ്ധാനം ചെയ്ത കർത്താവിൻ്റെ രൂപാന്തരപ്പെട്ട ശരീരത്തിന് അങ്ങനെ ഒരു പരിധിയോ പരിമിതിയോ ഇല്ല. ഈ ഒരു യാഥാർത്ഥ്യം വ്യക്തമാക്കാൻ കൂടി വേണ്ടിയാണ് യോഹന്നാൻ വളരെ ബോധപൂർവം ഈ ഒരു വാക്യം എഴുതി വച്ചിരിക്കുന്നത്. കതകടച്ചിരിക്കെ, ഇതാ കതക് തുറക്കാതെ തന്നെ, വാതിൽ തുറക്കാതെ തന്നെ ക്രിസ്തു അവർക്കിടയിൽ പ്രത്യക്ഷനാവുകയാണ്. ഈ ഒരു സൂചന കൂടെ ഈ വാക്യം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ മറ്റൊരു യാഥാർത്ഥ്യം ഇത് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അടഞ്ഞിരിക്കുന്ന അവസ്ഥകളിലേക്ക്, നമ്മുടെയൊക്കെ മനസ്സിലും ഹൃദയത്തിലും ആത്മാവിലും അടയ്ക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥകളിലേക്ക്, തുറക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥകളിലേക്ക് ഈശോയ്ക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിന് പ്രവേശിക്കാൻ സാധിക്കുമെന്ന ആശയം കൂടെ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കപ്പെടുകയാണ് ഈ ഒരു വചനഭാഗം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അടഞ്ഞ ഹൃദയങ്ങളിലേക്ക് കടന്നു വരാൻ ക്രിസ്തുവിന് സാധിക്കും. നമ്മുടെ അടഞ്ഞിരിക്കുന്ന മനോഭാവങ്ങളിലേക്ക് കടന്നു വരാൻ ഉത്ഥാനം ചെയ്തവന് സാധിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും ഒരിക്കലും മാനസാന്തരപ്പെടില്ല എന്ന് നമ്മൾ കരുതുന്ന ചില ജീവിതങ്ങൾ ചിലപ്പോഴൊക്കെ പെട്ടെന്ന് മാനസാന്തര അനുഭവത്തിലേക്ക് നയിക്കപ്പെടുന്നത്. ഒരിക്കലും നേരെയാകില്ല എന്ന് നമ്മൾ കരുതുന്ന പല ജീവിതങ്ങളും നേരെയാകുന്നത്, ജീവിതം ക്രമീകരിക്കുന്നതൊക്കെ അതിൻ്റെയൊക്കെ ഫലമായി സംഭവിക്കുന്നതാണ്. അടഞ്ഞ ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കാൻ ക്രിസ്തുവിന് സാധിക്കും. വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കവാടത്തിൽ മുട്ടുന്നു, ആരെങ്കിലും എഴുന്നേറ്റ് കവാടം തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ ഉള്ളിൽ പ്രവേശിക്കുമെന്ന്. തീർച്ചയായും കർത്താവ് ഹൃദയത്തിൻ്റെ വാതിലിൽ മുട്ടുമ്പോൾ തുറന്നു കിടക്കുന്ന ഹൃദയങ്ങളിലേക്ക് ഉറപ്പായും കർത്താവ് പ്രവേശിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു വചനം നിലനിൽക്കുമ്പോൾ തന്നെയും അതിൻ്റെ മറ്റൊരു വശമാണ്, തുറക്കാതിരിക്കുമ്പോൾ പോലും ക്രിസ്തുവിന് പ്രവേശിക്കാൻ ഒരു വാതിൽ തുറന്നു കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെ. അങ്ങനെ സ്വയം തുറന്നു കൊടുക്കാത്തവരുടെ ജീവിതത്തിലും ക്രിസ്തുവിന് പ്രവേശിക്കാൻ സാധിക്കുമെന്നതിൻ്റെ സൂചന കൂടെ ഈ ഒരു വചനഭാഗം, ഈ ഉത്ഥാനവുമായി ബന്ധപ്പെട്ട വചനഭാഗം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ ഓർക്കുന്നു ചില മാനസാന്തര സംഭവങ്ങൾ. സമപ്രായക്കാരനായ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞപ്പോൾ നാളതുവരെ തിന്മയിൽ ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ ദൈവീകമല്ലാത്ത, ആത്മീയത നിറയാത്ത ഒരു ഭൗതിക ജീവിതത്തിൻ്റെ ഉടമയായിരുന്ന ഒരു മനുഷ്യൻ, തൻ്റെ സമപ്രായത്തിൽപ്പെട്ട ഒരു വ്യക്തി, തൻ്റെ ഒരു സുഹൃത്ത് മരിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടുന്നൊരു ഉൾവിളിയാണ്, ഞാനിപ്പോൾ മരിച്ചിരുന്നെങ്കിൽ തീർച്ചയായും എൻ്റെ ആത്മാവ് എവിടെയായിരിക്കും പോവുക. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ, ഈ ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാനസാന്തരപ്പെടുത്തുകയാണ്. നാളതുവരെ പങ്കെടുത്ത ധ്യാനങ്ങളോ, നാളതുവരെ വായിച്ച മറ്റേതെങ്കിലും ഗ്രന്ഥങ്ങളോ പുസ്തകങ്ങളോ, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ എപ്പോഴെങ്കിലുമൊക്കെ നടത്തിയിട്ടുള്ള പ്രാർത്ഥനകളോ ഒന്നും വരുത്താത്ത ഒരു മാറ്റം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു സംഭവത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹൃദയം തുറന്നു കൊടുക്കാത്തപ്പോൾ പോലും, അടഞ്ഞിരിക്കുന്ന ഹൃദയത്തിൽ പോലും ക്രിസ്തുവിന് വന്നു കയറാൻ സാധിക്കുമെന്ന് ഈ ഒരു വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ധ്യാനിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ നമ്മൾ ആ വചനഭാഗത്ത് വായിക്കുന്നു, അവൻ വന്ന് അവരുടെ മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം. അവരുടെ മധ്യേ നിന്നുകൊണ്ട്. വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, 2 അതിലധികമോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നവരുടെ മധ്യേ സത്യമായി ഞാൻ ഉണ്ടായിരിക്കുമെന്നും. പ്രിയപ്പെട്ടവരെ, ആരെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നുവോ, ആരെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നുവോ, അങ്ങനെ ഒരു മനസ്സോടെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നവരുടെ മധ്യേ ക്രിസ്തു ഉണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്കറിയാം. നമ്മളൊരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഒരു മനസ്സോടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ അവിടെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ട്. നമ്മളൊരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോൾ ഒരു മനസ്സോടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ അവിടെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ട്. നമുക്ക് മധ്യേ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ട്. എന്തിനേറെ, കുടുംബ പ്രാർത്ഥനയിൽ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നിടത്ത് അവരുടെ മധ്യേ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത്, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഒരുമിച്ച് കൂടിയാൽ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്നുള്ള യേശുവിൻ്റെ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം ഇതാ തെളിയിക്കപ്പെടുക കൂടെയാണ് ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക.
ആ മധ്യ സന്നിഹിതനായിരുന്നു എന്ന് പറഞ്ഞാൽ ആധികാരികമായി തന്നെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നതിൻ്റെ തെളിവാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ക്രിസ്തു അവരോട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. സമാധാനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയാം. സാധാരണയായി യഹൂദർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ആശംസിക്കുന്ന പദമാണ് ഷാലോം എന്ന പദം. ഷാലോം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സമാധാനം. ക്രിസ്തു ഇവിടെ ഒരു യഹൂദൻ മറ്റൊരു യഹൂദനെ കാണുമ്പോൾ പറയുന്ന, സാധാരണ പറയാറുള്ള ഒരു ആശംസ എന്ന നിലയിലല്ല ഇവിടെ സമാധാനം എന്ന് പറയുന്നത്. നേരെ മറിച്ച് എന്താണ് ക്രിസ്തു പറയുന്ന സമാധാനം എന്ന വാക്കിൻ്റെ ഇവിടെ ഇപ്പോൾ പറയുന്നതിൻ്റെ അർത്ഥം? യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ഫലമാണ് ഈശോ ഇവിടെ പറയുന്ന സമാധാനം. ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിലൂടെ ദൈവമക്കൾക്ക് സംജാതമാകുന്ന സംലഭ്യമാകുന്ന ദാനമാണ് ക്രിസ്തു ഇവിടെ ഉദ്ദേശിക്കുന്ന സമാധാനം. ക്രിസ്തുവിൻ്റെ ഉയിർപ്പാണ് എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം നിറയ്ക്കുന്നത്. മാത്രമല്ല, ഈ സമാധാനം ക്രിസ്തു തന്നെയാണ്. വിശുദ്ധ കുർബാനയുടെ സമയത്ത് നമ്മൾ സമാധാനം ആശംസിക്കാറുണ്ട്. ആ സമാധാനം കൊണ്ട് ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യങ്ങൾ: ഒന്നാമതായി ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ഫലമായ സമാധാനം പരസ്പരം നമ്മൾ ആശംസിക്കുന്നു, അല്ലെങ്കിൽ ആ സമാധാനം നമ്മുടെ ഹൃദയത്തിലേക്ക് വരാൻ, ആ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ നിറയാനുള്ള ആശംസയായി നിൽക്കുന്നു. രണ്ടാമതായി, സമാധാനം എന്നത് ക്രിസ്തു തന്നെയാണ്. ക്രിസ്തു തന്നെ നമുക്കുള്ളിലേക്ക് വരുന്നതിൻ്റെ പ്രതീകം കൂടെയാണ് അത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ഈ വചനഭാഗത്ത്, അതായത് ഉത്ഥാനത്തിന് ശേഷം ശിഷ്യരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് ഈശോ പറയുന്ന സമാധാനം എന്ന വാക്കിലൂടെ, അല്ലെങ്കിൽ സമാധാനം ആശംസിക്കുന്നതിലൂടെ, കേവലം യഹൂദർ പരസ്പരം ആശംസിക്കുന്ന സമാധാനം എന്നതിൻ്റെ അർത്ഥത്തിനപ്പുറത്ത് ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ഫലമായ സമാധാനം നൽകപ്പെടുകയാണ്. അത് ക്രിസ്തുവിനെ തന്നെ നൽകുന്നതിൻ്റെ പ്രതീകം കൂടെയാണ്. ലോകത്ത് അസമാധാനം ഒത്തിരി നിലനിൽക്കുന്നുണ്ട്. യുദ്ധങ്ങളാകാം, യുദ്ധഭീഷണികളാകാം, വർഗീയതയാകാം, കൊലപാതകങ്ങളാകാം, മറ്റേതെങ്കിലും തരത്തിലുള്ള അക്രമങ്ങളാകാം. അസമാധാനങ്ങൾ നിലനിൽക്കുന്നു. ഈ അസമാധാനം പരിഹരിച്ച് സമാധാനം നിറയുവാൻ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനമാകാം, സമാധാന ഉടമ്പടികളാകാം, അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിലുള്ളതാകാം, കുടുംബങ്ങൾ തമ്മിലുള്ളതാകാം, സമൂഹങ്ങൾ തമ്മിലുള്ളതാകാം, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ളതാകാം. സമാധാന ശ്രമങ്ങൾ നടത്തുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കുക: സമാധാനം ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ സംഭവിക്കുന്ന കൃപയാണ്. ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് സമാധാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോയിട്ട് യാതൊരു പ്രയോജനവുമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. ക്രിസ്തു ഉണ്ടെങ്കിലേ സമാധാനമുള്ളൂ. ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ഫലമാണ് സമാധാനം. അതുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിലാകട്ടെ, കുടുംബജീവിതത്തിലാകട്ടെ, സമൂഹ ജീവിതത്തിലാകട്ടെ, സമാധാനമില്ലാത്തിടത്ത് സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഒന്നാമതായി ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ അവിടെ സമാധാനം സ്ഥാപിക്കാൻ മനുഷ്യർക്ക് സാധ്യമല്ല എന്ന യാഥാർത്ഥ്യം കൂടെ നമ്മുടെ ഹൃദയത്തിൽ ബോധ്യമായി ആഴപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, തുടർന്ന് നമ്മൾ കാണുന്നു, തൻ്റെ കൈകളും പാർശ്വവും അവൻ ശിഷ്യരെ കാണിച്ചു. തൻ്റെ കൈകളും പാർശ്വവും എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ കൈകളിലുള്ള ആണിപ്പഴുത്, തൻ്റെ ഹൃദയത്തിൽ കുന്തത്താൽ കുത്തപ്പെട്ട ആ വലിയ മുറിവ്, ഇത് രണ്ടും ശിഷ്യരെ ഈശോ കാണിച്ചു കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ശിഷ്യരിത് കാണിച്ചു കൊടുത്തത്? അതിന് പലവിധ കാരണങ്ങളുണ്ട്. ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിൽ ഈ മുറിവുകൾ അവശേഷിച്ചിരുന്നു. മറ്റുള്ള മുറിപ്പാടുകളൊക്കെ ഉണങ്ങിയെങ്കിലും അല്ലെങ്കിൽ അപ്രത്യക്ഷമായി എങ്കിലും ഈ 5 മുറിവുകൾ, കൈകളിലെ 2 മുറിവുകൾ, കാലുകളിലെ 2 മുറിവുകൾ, ഹൃദയത്തിലെ കുന്തം കൊണ്ട് കുത്തേറ്റതിൻ്റെ മുറിവ്, ഈ മുറിവുകൾ അവശേഷിച്ചിരുന്നു. ഈ മുറിവുകൾ ശിഷ്യരെ കാണിച്ചു എന്ന് വ്യക്തമായ സുവിശേഷകൻ എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പുറകിലൊരു കാരണമുണ്ട്. ആദിമ നൂറ്റാണ്ടിൽ ക്രിസ്തുവിജ്ഞാനിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ചിന്തകൾ മുൻപിലേക്ക് കടന്നു വരുമ്പോൾ അതിൽ ചില പാഷണ്ഡത നിറഞ്ഞ ചിന്തകളും അല്ലെങ്കിൽ യഥാർത്ഥ ക്രൈസ്തവ വിജ്ഞാനീയത്തിന് വിരുദ്ധമായ പല ചിന്തകളും ആ കാലഘട്ടങ്ങളിലൊക്കെ ഉടലെടുത്തു വരുന്ന ഒരു സന്ദർഭമൊക്കെ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ സഹിച്ചത് ക്രിസ്തു അല്ല എന്നുള്ള ചിന്താഗതികൾ, അല്ലെങ്കിൽ ക്രിസ്തു സഹിക്കുന്നത് പോലെ നമ്മുടെ മുൻപിൽ കാണപ്പെടുക മാത്രമായിരുന്നു, യഥാർത്ഥത്തിൽ ക്രിസ്തു സഹിച്ചിട്ടില്ല എന്നുള്ള ചിന്തകൾ, അല്ലെങ്കിൽ ക്രിസ്തുവിന് പകരം പിതാവാണ് സഹനങ്ങളൊക്കെ ഏറ്റുവാങ്ങി തുടങ്ങിയ അബദ്ധ ചിന്തകൾ. ഇതിനൊക്കെയുള്ള ഒരു ഉത്തരം കൂടെയാണ് യോഹന്നാൻ സുവിശേഷൻ എഴുതി വെച്ചിരിക്കുന്ന ഈ വാക്യം. ക്രിസ്തു തൻ്റെ മുറിപ്പാടുകൾ കാണിച്ചു കൊടുത്തു എന്ന് വെച്ചാൽ
സഹിച്ച് മരിച്ച അതേ ക്രിസ്തു തന്നെയാണ് ഉദ്ധാനം ചെയ്തിരിക്കുന്നത്. മരിച്ച ക്രിസ്തു തന്നെയാണ് ഉദ്ധാനം ചെയ്തിരിക്കുന്നത്. സഹിച്ച ക്രിസ്തു തന്നെയാണ് ഉദ്ധാനം ചെയ്തിരിക്കുന്നത്. കുരിശിൽ 3 ആണികളിൽ തൂങ്ങി പിടഞ്ഞ് കുന്തത്താൽ കുത്തപ്പെട്ട് ശരീരത്തിൽ മുറിവുകൾ ഏറ്റുവാങ്ങി പിടഞ്ഞു മരിച്ച അതേ ക്രിസ്തു തന്നെയാണ് ഉദ്ധാനം ചെയ്തിരിക്കുന്നത്. ഈ ബോധ്യം ശിഷ്യന്മാർക്കും തുടർന്നു വരുന്ന ശിഷ്യ സമൂഹത്തിനും ആരെല്ലാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ വിശ്വസിക്കാനിരിക്കുന്നുവോ അവർക്കെല്ലാവർക്കുമായി വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ക്രിസ്തുവിത തൻ്റെ 2 കൈകളും ഹൃദയവും മുറിവുകളും കാണിച്ചു കൊടുത്തുകൊണ്ട് മരിച്ച ക്രിസ്തു 3 വർഷം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയും പിന്നീട് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും കുന്തത്താൽ കുത്തപ്പെടുകയും സംസ്കരിക്കപ്പെട്ട് അടക്കം ചെയ്യപ്പെട്ട കല്ലറിൽ അടക്കം ചെയ്യപ്പെട്ട അതേ ക്രിസ്തു തന്നെയാണ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് എന്ന ബോധ്യം ശിഷ്യർക്ക് ആഴത്തിൽ ഉറപ്പിക്കാൻ വരുംകാലങ്ങളിൽ സകലർക്കും ആ ബോധ്യം ലഭിക്കുന്നതിനും വേണ്ടി കൂടെയാണ് ഈ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുൻപിൽ സുവിശേഷത്തിൽ അവതരിപ്പിക്കപ്പെടുക. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ ക്രിസ്തു മുറിവേറ്റ ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഈ മുറിവുകൾ അഭിമാനത്തിൻ്റെ അടയാളമാണ്, സ്നേഹത്തിൻ്റെ അടയാളമാണ്. മാനവരാശിയെ ക്രിസ്തു സ്നേഹിച്ചതിൻ്റെ അടയാളമായും പ്രതീകമായും ഈ മുറിവുകൾ ഇതാ ക്രിസ്തുവിൽ അവശേഷിക്കുന്നു. വേണമെങ്കിൽ ക്രിസ്തുവിന് ഈ മുറിപ്പാടുകൾ കൂടെ അപ്രത്യക്ഷമാക്കാമായിരുന്നു. ഉത്ഥാനത്തോടുകൂടെ ശരീരം രൂപാന്തരപ്പെട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ ഈശോയ്ക്ക് വേണമെങ്കിൽ ഈ മുറിവുകൾ അപ്രത്യക്ഷമാക്കാമായിരുന്നു. ഈശോ ഈ മുറിവുകളെ അപ്രത്യക്ഷമാക്കുന്നില്ല, അത് അവശേഷിപ്പിക്കുന്നു. അതിൻ്റെ കാരണം ക്രിസ്തുവിന് ഈ മുറിവുകൾ അഭിമാനത്തിൻ്റെ ചിഹ്നങ്ങളാണ്. ക്രിസ്തുവിന് ഈ മുറിവുകൾ സ്നേഹത്തിൻ്റെ ചിഹ്നങ്ങളാണ്. ക്രിസ്തുവിന് ഈ മുറിവുകൾ വിജയത്തിൻ്റെ ചിഹ്നങ്ങളാണ്. ഒരു കഥ നമ്മൾ പലരും കേട്ടിട്ടുണ്ടാകും. ഒരു കുഞ്ഞു കഥ. ഒരു കൊച്ചു കുട്ടി, നമുക്ക് അവനെ തൽക്കാലം ബേബി എന്ന് പേരിട്ട് വിളിക്കാം. ബേബി എന്ന് പേരുള്ള ഒരു കൊച്ചു പയ്യൻ. അവൻ സ്കൂളിൽ വളരെ മിടുക്കനായിട്ട് പഠിക്കുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന അതിമിടുക്കനായ ഈ ബേബി മോൻ, അവൻ നല്ലപോലെ പഠിച്ച് ഉന്നത വിജയം, ആ വർഷത്തെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ചപ്പോൾ, സാധാരണ എല്ലാ വർഷവും PTA മീറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന കുട്ടിയുടെ അമ്മയെയും അപ്പനെയും ഒക്കെ വിളിച്ച് പ്രത്യേകം ആദരിക്കുകയും ബഹുമാനിക്കുകയും സമ്മാനമൊക്കെ കൊടുക്കുകയും ചെയ്യുന്നത് പോലെ ആ വർഷം ബേബി മോൻ 1ാം സ്ഥാനം നേടിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ അപ്പനില്ല, അപ്പൻ നേരത്തെ മരിച്ചുപോയി. അവൻ്റെ അമ്മയെ വിളിക്കുന്നു, അമ്മയെ എല്ലാവരും അഭിനന്ദിക്കുന്നു, അമ്മയ്ക്ക് പ്രത്യേകം സമ്മാനമൊക്കെ കൊടുക്കുന്നു. അങ്ങനെ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു അത്. എന്നാൽ പിന്നീട് പിറ്റേ ദിവസം സ്കൂൾ കഴിഞ്ഞ് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്ന ബേബി മോൻ അമ്മയെ ഒട്ടും തന്നെ പരിഗണിക്കാതെ ശ്രദ്ധിക്കാതെ അല്പം ദേഷ്യത്തോടു കൂടെ മുറിക്കകത്തോട്ട് കയറി അവിടെ കമിഴ്ന്നടിച്ച് കിടക്കുകയാണ്. അമ്മ ചെന്ന് കാര്യം ചോദിച്ചു, ഒന്നും പറയുന്നില്ല. വളരെ ദേഷ്യപ്പെട്ട് ബേബി മോൻ ഇങ്ങനെ കിടക്കുകയാണ്. കുറേ നേരം അമ്മ അടുത്തിരുന്ന് കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ബേബി മോൻ കാര്യം പറഞ്ഞു. അമ്മ സ്കൂളിൽ വന്നു കഴിഞ്ഞപ്പോൾ, അമ്മയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം എന്നെ പരിഹസിക്കുന്നു, കളിയാക്കുന്നു. കാരണം അമ്മയുടെ മുഖം ഒരു വശം മുഴുവനും ആകെ വികൃതമാണ്, വല്ലാതെ വിരൂപമാണ്, വല്ലാതെ വികൃതമാണ്. അമ്മയുടെ വികൃതമായ വിരൂപമായ മുഖം കണ്ട് എല്ലാവരും കളിയാക്കുന്നു, എല്ലാവരും പരിഹസിക്കുന്നു. അമ്മയുടെ മുഖത്ത് നോക്കാൻ അവർക്ക് പേടിയാകുന്നു എന്ന് പറയുന്നു. നിനക്ക് നിൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ പേടി തോന്നുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നു. ഇത് പറഞ്ഞ് ബേബി മോൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ അമ്മ ബേബി മോനെ ചേർത്ത് നിർത്തി, തൻ്റെ കുഞ്ഞിനെ ചേർത്ത് നിർത്തി പറയുകയാണ്, മോൻ്റെ പപ്പ വളരെ നേരത്തെ മരിച്ച കാര്യം മോൻ അറിയാലോ. പിന്നെ മോനെ വളർത്തി വലുതാക്കാൻ മമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും പോയി ജോലിയൊക്കെ ചെയ്താണ്, വീട്ടുവേല ചെയ്താണ് മമ്മി മോനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം അത്യാവശ്യ കാര്യത്തിനൊന്ന് പുറത്തിറങ്ങി മോനെ ഉറക്കിക്കിടത്തി, മോൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ ഉറക്കിക്കിടത്തി പുറത്തിറങ്ങിയപ്പോഴാണ് വീടിന്, നമ്മുടെ ഒലപ്പുരയ്ക്ക് തീ പിടിക്കുന്നത്. ഓടി വന്ന് ഞാൻ കാണുന്നു ഈ വലിയ അഗ്നിഗോളം. ഞാൻ ആ സമയം മറ്റൊന്നും ചിന്തിക്കാതെ വീടിനകത്തേക്ക് ഓടിക്കയറി. നിന്നെ രക്ഷിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിന്റെ ദേഹത്ത് ഒരൽപ്പം പോലും പൊള്ളലേറ്റിരുന്നില്ല. പക്ഷേ മമ്മിയുടെ മുഖം മുഴുവൻ, ഈ ഭാഗം മുഴുവൻ വെന്തുപോയി. അങ്ങനെയാണ് മമ്മിക്ക് ഈ പൊള്ളലേൽക്കുന്നത്, മുഖം മമ്മിയുടെ വിരൂപമാക്കപ്പെടുന്നത്. ഇത് കേൾക്കുമ്പോൾ ഈ ബേബി മോൻ മമ്മയെ കെട്ടിപ്പിടിച്ച് കരയാണ്. തെരുതെരെ ആ മുറിവുകളിൽ അല്ലെങ്കിൽ വികൃതമാക്കപ്പെട്ട മുഖത്ത് ചുംബിക്കുകയാണ്. ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ വികൃതമാക്കപ്പെട്ട മുഖം അല്ലെങ്കിൽ മുറിവ് അഭിമാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, വിജയത്തിൻ്റെ അടയാളമാണ്. ഈശോയിൽ സ്നേഹമുള്ളവരെ, ക്രിസ്തുവിന് അവൻ്റെ 5 തിരുമുറിവുകൾ സ്നേഹത്തിൻ്റെ, അഭിമാനത്തിൻ്റെ, വിജയത്തിൻ്റെ അടയാളമാണ്. ക്രിസ്തുവിൻ്റെ മുറിവിലേക്ക്
നോക്കുകയും ക്രിസ്തുവിൻ്റെ മുറിവ് കാണുകയും ക്രിസ്തുവിൻ്റെ മുറിവിനെ ധ്യാനിക്കുകയും ചെയ്ത ഒരു വ്യക്തിക്കും ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു പരിഭവം പറയാൻ സാധിക്കില്ല, ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നില്ലെന്ന്. ക്രിസ്തുവിൻ്റെ മുറിവിനെ നോക്കുന്ന, ക്രിസ്തുവിൻ്റെ മുറിവിനെ കാണുന്ന, ക്രിസ്തുവിൻ്റെ മുറിവിനെ ധ്യാനിക്കുന്ന ഒരു വ്യക്തിയും ഒരിക്കലും പരിഭവം പറയില്ല, ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ മുറിവിനെ കുറിച്ചുള്ള ധ്യാനമാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് വെളിപ്പെടുത്തി തരിക. നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടയ്ക്കപ്പെട്ടൊരു പോളിഷ് വൈദികൻ, അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരനുഭവങ്ങളെല്ലാം എവിടെയൊക്കെയോ കുത്തിക്കുറിക്കുമായിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തകർന്നടിഞ്ഞ് നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പര്യവേഷണം നടത്തിയവർക്ക് അദ്ദേഹം കുത്തിക്കുറിച്ച ഈ ഡയറി കുറിപ്പുകൾ, കടലാസുകൾ പല സ്ഥലങ്ങളിൽ നിന്നായി കിട്ടി. കരളലിയിപ്പിക്കുന്ന വേദനയുടെ അനുഭവക്കുറിപ്പുകളാണ് അതിൽ കാണാൻ സാധിക്കുന്നത്. ഓരോ ദിവസവും അദ്ദേഹം അനുഭവിച്ച മാനസിക ക്ലേശങ്ങളും ശാരീരിക പീഡകളും. എന്നാൽ ഒരു ദിവസം അദ്ദേഹം പെട്ടെന്ന് ഡയറി എഴുത്ത് അവസാനിപ്പിച്ചിരിക്കുന്നു. അവസാനമായി അദ്ദേഹം കുറിച്ച വരികൾ ഇപ്രകാരമായിരുന്നു: ഞാൻ ഇനി മുതൽ എൻ്റെ വേദനകളെക്കുറിച്ച് പരാതി പറയുന്നില്ല. ഞാൻ ഇനി മുതൽ എൻ്റെ വേദനകളിലേക്ക് നോക്കുന്നുമില്ല. കാരണം ഇന്നലെ രാത്രി എനിക്കൊരു ദർശനമുണ്ടായി, ക്രൂശിതൻ്റെ ദർശനം. ആ ദർശനത്തിൽ അവൻ്റെ മുറിവിൻ്റെ ആഴം ഞാൻ കണ്ടു. പിന്നീട് ഒരിക്കലും എൻ്റെ മുറിവുകൾ എന്നെ കരയിപ്പിച്ചിട്ടില്ല. ഇന്നലെ രാത്രി എനിക്ക് ക്രൂശിതൻ്റെ ദർശനമുണ്ടായി. ആ ദർശനത്തിൽ ക്രൂശിതൻ്റെ മുറിവിൻ്റെ ആഴം ഞാൻ കണ്ടു. പിന്നീട് ഒരിക്കലും എൻ്റെ മുറിവുകൾ എന്നെ കരയിപ്പിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ മുറിവ്, അവൻ ശരീരത്തിൽ അവശേഷിപ്പിച്ച തിരുമുറിവുകൾ, ആ മുറിവുകളാണ് നമ്മുടെ മുറിവുകൾക്ക് സൗഖ്യമാകുന്നതും ആശ്വാസമാകുന്നതും. അവൻ്റെ മുറിവിൽ, ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ അവൻ അവശേഷിപ്പിച്ചിരിക്കുന്ന മുറിവിൽ മിഴിയുറപ്പിക്കാനും അതിലേക്കൊന്ന് നോക്കുവാനും ആ മുറിവിനും ധ്യാനിക്കാനും സാധിക്കട്ടെ. അങ്ങനെ സാധിച്ചാൽ നമ്മുടെ മുറിവുകൾ തിരുമുറിവുകളായി മാറും. മാത്രമല്ല, ക്രൂശിതനോടുള്ള, ഉത്ഥിതനോടുള്ള സ്നേഹത്തിൽ നമ്മൾ ആഴപ്പെടുകയും ചെയ്യും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.